പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനാണ് എന്നുള്ളതൊരു ഒരു വലിയ ഘടകമാണ്. കാരണം അപ്രവചനീയതയാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത. ഏത് ടീമിനോടും തോൽക്കും, ഏത് ടീമിനെയും തോൽപ്പിക്കും. എംഎസ്കെയുടെ ഒരു ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് ഫൈനലിൽ? അനൂപ് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. കാരണം പാകിസ്ഥാൻ ടീം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. ഇപ്പം 92 വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് എന്ന് പറയുമ്പം പാകിസ്ഥാൻ അത്രത്തോളം കിരീട ഫേവറേറ്റ് ആയിരുന്നില്ല. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ അവരന്ന് ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ കപ്പ് അടിച്ചു. ഇതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് 2017. അന്ന് ഇതേപോലെ ഫക്കർ സമാൻ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ഈ സൂപ്പർ ഫോറിലെ പോരാട്ടത്തിന് മുമ്പ് വരെ നമ്മൾ തന്നെ ഇങ്ങനെ വിശകലനം ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് എതിരാളികളെ ഇല്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പാകിസ്ഥാൻ്റെ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഇന്ത്യക്കെതിരെയുള്ള മത്സരം നോക്കുമ്പോൾ തന്നെ അവരൊരു അഭിഷേക് ശർമ്മ ഔട്ടായതിനു ശേഷം അവർ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവർ 18.5 ഓവർ വരെ ഇന്ത്യയുടെ വിജയത്തെ അവിടെ പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്നൊരു 15 ഓവറിൽ കളി ഇന്ത്യ ഫിനിഷ് ചെയ്യുമെന്ന ഘട്ടത്തിൽ നിന്നും അവസാന ഓവറിൻ്റെ തൊട്ടടുത്ത് വരെ അവർ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം നോക്കുമ്പോൾ അവർ ബംഗ്ലാദേശിന് ശരിക്കും 136 റൺസാണ് അവരെടുത്തത്. എന്നിട്ട് പോലും ബംഗ്ലാദേശിന് 123 റൺസിൽ അവർക്ക് പിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നുള്ളത് അഭിഷേക് ശർമ്മ എന്ന ഓപ്പണറുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്. അതായത് അദ്ദേഹം എല്ലാ മത്സരത്തിലും ഒരു 200 സ്ട്രൈക്ക് റേറ്റിൽ റൺസ് നേടുന്നു, കഴിഞ്ഞ മത്സരത്തിൽ അടക്കം നേടുന്നു. അഭിഷേക് ശർമ്മ ഔട്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഫൈനലിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുപോലെ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാരൊക്കെയും ഫോം ഔട്ടാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോം ഔട്ടാണ്, തിലക് വർമ്മ ഫോം ഔട്ടാണ്, ശുഭ്മാൻ ഗിൽ ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് മികച്ച രീതിയിൽ കളിച്ചത്. സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടി. അതെ, തൊട്ടടുത്ത മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്തു. സഞ്ജുവിനെ എടുക്കാത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പം ഇന്ത്യയുടെ ബാറ്റർമാർ ആക്ച്വലി ഫോം ഔട്ടാണ്.